സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. നിലവിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളൊഴികെ 12 ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. അതിനിടെ സംസ്ഥാനത്തെ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ശാലിനി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ശാലിനി, വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് തന്നെയാണോ മുന്നറിയിപ്പ്? മറ്റ് വിശദാംശങ്ങൾ കൂടി. KP തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ മുന്നറിയിപ്പാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകൾക്കും നൽകിയിട്ടുള്ളത്. ഇന്ന് രാത്രി ഉൾപ്പെടെ സംസ്ഥാനത്ത് വരുന്ന കുറച്ച് ദിവസങ്ങൾ പ്രളയ സാധ്യത നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ശക്തമായ കാറ്റിനൊപ്പം തന്നെ മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ തുടരുന്നുണ്ട്. തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. നാളെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകൾക്കും യെല്ലോ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് നാളെയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അലേർട്ടുകളിൽ വീണ്ടും മാറ്റം വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. നിലവിൽ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ അലേർട്ടുകൾ പ്രകാരം 10 ജില്ലകൾക്ക് സംസ്ഥാനത്ത് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പത്തനംതിട്ട, തൃശൂർ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഈ ഘട്ടത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അംഗനവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഈ ഘട്ടത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നുള്ള അറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകി വരികയാണ്. ദുരന്തമുഖത്തും ഒപ്പം തന്നെ ദുരന്തം ഉണ്ടാകാനും മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങളും നൽകി വരികയാണ്. എന്തായാലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ജാഗ്രതയോടെ കഴിയണമെന്നുള്ളതാണ് പൊതുജനങ്ങൾക്കുള്ള സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. KP വേണം അതീവ ജാഗ്രത. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.